നേരെ ഒരുപാടായി. ഇതൊന്നും മാറ്റണമെന്ന് പറഞ്ഞാലും ചേട്ടൻ കേൾക്കില്ല. റിപ്പയറാണോ? കൊച്ചവരൊക്കെ എവിടെ പോണ്ടത്? അതിലോട്ട് കയറിക്കോ, കൊണ്ടുവിട്ടേക്കാം. ഇങ്ങോട്ട് കേറടി. എന്ത് പറഞ്ഞടാ? എന്റെ സാറേ, മരിച്ചത് രണ്ടും വല്യേടത്തെ പിള്ളേരാ. സ്വർണ്ണക്കട ഭാസ്കരന്റെ മോനും കൺട്രാക്ടർ തോമാച്ചന്റെ മോനും എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യാനാണ്? തങ്ങളെ രക്ഷിച്ചത് അജ്ഞാതനായ ഒരാളാണെന്ന് സ്കൂട്ടറിൽ വന്ന ദമ്പതികൾ പറയുന്നു. മരിച്ചവരുടെ തലയ്ക്ക് ശക്തിയായ അടിയേറ്റിട്ടു. എന്റെ പൊന്ന് സാറേ, അത് കള്ളു കുടിച്ച് ലെക്കില്ലാതെ ബൈക്ക് വരുമ്പം റോഡ് ഏത് കുഴി ഏത് എന്ന് തിരിച്ചറിയാൻ പാടില്ലാതെ ഉരുണ്ട് വീണ് തലയ്ക്ക് അടി പറ്റിയതായി കൂടാന്നുണ്ടോ? പറയുമ്പോ അതേ പ്രസംഗമാണെന്ന് പറയുകയല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. മദ്യപിച്ച് ബൈക്ക് ഓടിക്കവേ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ടായ അപകട മരണം. താൻ എന്താണ് കുട്ടമ്പിള്ളി പറയുന്നത്? അത്രേ ഒക്കൂ സാറേ. അല്ല, നമ്മൾ വില ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ചത്ത പാർട്ടി രണ്ടും അത്ര ശുദ്ധ പാർട്ടി ആയിരുന്നില്ലെന്ന് നമുക്കറിയാവേ. മേളിലൊരു മൂപ്പരിപ്പുണ്ട്, അങ്ങേരുടെ ഫയലിൽ ലേവന്മാരെ ക്ലോസ് ചെയ്തു എന്ന് എഴുതി കാണും. പിന്നെ നമ്മൾ വിളിച്ചാലുണ്ടോ നിൽക്കുന്നു? റോഡ് ഒക്കറൻസ് എന്ന് എഴുതി സാറാ ഫയലങ്ങ് ക്ലോസ് ചെയ്യണം. ആ സമയം തെറ്റാതെ കഴിക്കണം. നെക്സ്റ്റ്.
ഇരിക്കൂ. എന്താണ് പ്രോബ്ലം? സാർ ഒരു ജോലി. ജോലി? ഇത് ഞാൻ ഇതുവരെ കേൾക്കാത്ത ഒരു സൂക്കറാണല്ലോ. മരുന്ന് വേണം, ഇഞ്ചക്ഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് പലരും ഇവിടെ വരാറുണ്ട്. ജോലി വേണമെന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വരുന്നത് ഇതാദ്യമാണ്. നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. അത് നിങ്ങളല്ലേ അത് പല്ല് വെച്ചിട്ട് ഓടിയത്? അതെ സാർ, ഒരു ജോലിയുമില്ലാതെ ഓടിയതാണ് സാർ. ഞാനൊരു ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഹോൾഡറാണ് സാർ. അച്ഛനും അമ്മയും ഇല്ല, ഒരമ്മാവൻ മാത്രമേ ബാക്കിയുള്ളൂ. ജോലി തേടി അലയാൻ ഇനി ഒരിടം ബാക്കിയില്ല സാർ. അതിനനിയ ഞാനൊരു ഡോക്ടറാണ്, ഇതൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ ഇപ്പോ എന്ത് ജോലിയായാലും മതി, ഒരു സ്വീപ്പറുടെയെങ്കിലും. ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. സിസ്റ്റർ, നമ്മുടെ അക്കൗണ്ട്സിലെ മേരി തോമസ് 3 മാസത്തേക്ക് ലീവിലല്ലേ? അതെ സർ. തൽക്കാലം ഇയാൾ അവിടെ ഇരിക്കട്ടെ. ശരി സർ. വാട്ട്സ് യുവർ നെയിം യങ് മാൻ? അരുൺ കുമാർ. ലുക്ക് മിസ്റ്റർ അരുൺ കുമാർ, ദിസ് ഈസ് നോട്ട് എ പെർമനന്റ് ജോബ്, ജസ്റ്റ് ഫോർ 3 months. അതിനകം എവിടെയെങ്കിലും കയറി പറ്റണം. താങ്ക് യു സാർ, ഈ ഉപകാരം ഞാൻ ജീവിതത്തിൽ മറക്കില്ല. സിസ്റ്റർ, മിസ്റ്റർ അരുണിന് ഓഫീസ് കാണിച്ചു കൊടുക്കും. ശരി ഡോക്ടർ, വരും. ഇതല്ലേ ഡോക്ടർ? അതെ സാറേ. പാവം, കണ്ണി ചോരയില്ലാത്ത പ്രവൃത്തിയല്ലയോ ഒടേ തമ്പുരാൻ ആ തങ്കപ്പെട്ട മനുഷ്യരോട് ചെയ്തത്. അല്ല സാറേ, സാറിന് ജോലി അക്കൗണ്ട് സെക്ഷൻ അല്ലേ? അതെ. പിന്നെ എന്തിനാ സാറേ വാടി കിടന്ന് ഇറങ്ങുന്നേ? അത് ഞാൻ ക്യാൻറ്റീനിൽ പോയതാ. ക്യാൻറ്റീൻ അവിടെ അല്ലേ സാറേ? അവിടെയോ? ഓ ശരി, ഓക്കെ. അല്ല, എന്തിനാ കിടപ്പാടം പറയാൻ നിൽക്കുന്നേ? ഇത്ര വലിയ അത്യാവശ്യം എന്താ? എന്റെ മോടെ കല്യാണത്തിനാ. അവക്ക് വയസ്സ് 10-26. സ്ത്രീധനത്തിന്റെ കാര്യത്തിലാ ഇത്രയും നീണ്ടുപോയത്. മറ്റൊരു വഴിയില്ല. അത് ശരി. രൂപ മുഴുവനും ഉണ്ടോന്ന് എഴുതി നോക്കി. അതൊക്കെ ഉണ്ടാവൂടി, ഇതാ നോക്കി.
ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട.